ഞങ്ങളുടെ ഹോസ്റ്റലിൽ ആദ്യമായിട്ടും അവസാനമായിട്ട് ആഘോഷിച്ചത് ജെയിംസിന്റെ ബർത്ത്ഡേയാണ്. കാരണം ഞങ്ങൾ ജെയിംസിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ജെയിംസിനെ കുളിപ്പിക്കാം എന്നൊക്കെ എടുത്തോണ്ട് ഒരു ബക്കൽ ഐസ് വാട്ടറൊക്കെ എടുത്തിട്ട് എൻ്റെ അടുത്ത് പൗഡറോ പിന്നെ സോപ്പ് പൊടിയോ പിന്നെ ചായപ്പൊടിയോ അങ്ങനെ റൂമിലുണ്ടായിരുന്ന ഏതൊക്കെയോ പൊടിയോ നമ്മുടെ കുളിക്കാലൊക്കെ ഞങ്ങളെല്ലാം ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കുക. ഞങ്ങളെന്ന് പറയുമ്പോൾ ഒരു 10-15 പേരെയാണ്. എന്നിട്ടാണെങ്കിൽ ഒരു 3-4 പേരാണ് ജെയിംസിനെ വിളിക്കാനായിട്ട്. ഇത് രാത്രി ഒരു 12:30 ആയപ്പോൾ നടന്ന സംഭവമാണ്. എന്നിട്ട് ഇമാർ ജെയിംസിനെ ബാത്റൂമിലോട്ട് കൊണ്ടുവന്നതും ജെയിംസ് താഴെപ്പോയി. ജെയിംസ് വരുന്ന ആദ്യം കണ്ടത് ഞാനാണ്. അപ്പം ഞാനാണെങ്കിൽ ജെയിംസ് വന്നുകൊണ്ട് എൻ്റെ കയ്യിലിരുന്ന വെള്ളം ഞാൻ കോരി ഒഴിക്കാനായിട്ട് അങ്ങോട്ട് ഒഴിച്ചതും ജെയിംസിൻ്റെ ബാക്കിലെ ബാത്റൂമിൽ ഒരു സീനിയറേട്ടൻ കുളിക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ കറക്റ്റ് കുളിച്ചിറങ്ങിയത് ഒരേ സമയത്തായിരുന്നു. ജെയിംസ് താഴെപ്പോയതുകൊണ്ട് എൻ്റെ കയ്യിലിരുന്ന വെള്ളം മൊത്തം ആ ചേട്ടൻ്റെ ദേഹത്തോട്ട് വീഴും. അതോ ഒരു വളരെ വൃത്തിയിട്ട മണമുള്ളൊരു വെള്ളം കൂടെ. എന്നിട്ട് ഈ ചേട്ടനാണിത് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ്റെ പിറ്റേന്ന് സെം എക്സാമാണ്. അച്ഛനാണെങ്കിൽ അതിൻ്റെ ടെൻഷനിൽ വന്ന് കുളിക്കുകയും വരും. എന്നിട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ കയ്യിലിരുന്ന ബക്കറ്റ് എടുത്ത് ഒറ്റ ഏറ് അത് നേരെ വന്നുകൊണ്ട് എൻ്റെ തലയ്ക്ക്. അച്ഛൻ ഇങ്ങനെ തെറിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ഞാനായതുകൊണ്ട് നേരെ വന്ന് എൻ്റെ തലയ്ക്കെത്തും. ആ തലക്കെട്ട് വന്നിട്ട് ഇതിൽ ഞാനിങ്ങനെ ബാക്കിലോട്ട് പോകും. എൻ്റെ കാല് തന്നെ എന്നിട്ട് ഞാൻ നേരെ കുണ്ടിയും കുത്തി വീശ. ഈ കുണ്ടി കുത്തി വീഴുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ച് ഞാൻ അവിടെ കിടക്കുമല്ലോ. അത് ഞാൻ വീണത് അപ്പോൾ ക്ലോസറ്റിൻ്റെ മൂലക്കായിരുന്നു. ഞാൻ മറ്റേ എന്നിട്ട് സുരാജ് മിഞ്ഞാറുമുണ്ട് മറ്റേ ഏതൊരു സിനിമയൊക്കെ അടിയിട്ടിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെയാണെന്നല്ലേ സോറി കിടക്കുന്നതല്ലേ. അങ്ങനെ ചുമ്മാ ഒരു 3-4 സെക്കൻഡ് ഞാൻ ബ്ലാങ്കായിട്ട് അവിടെ കിടക്കും. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഞാൻ ഓർക്കുന്നേ ഞാൻ ജെയിംസിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ച് ഇവന്മാരാരാണ്ട് എൻ്റെ തലയ്ക്ക് അടിച്ചെന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു ഓപ്പോസിറ്റ് സീനിയറേട്ടൻ വന്ന് ബക്കറ്റ് എടുത്ത് വരുന്നതാണ്. ഞാനാണ് അടി കിട്ടി അവിടെ കിടക്കുക. ഇത്ര നേരത്തിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന അമ്മമാരെല്ലാം ഇറങ്ങി ഓടി ഒച്ച ഇട്ടിട്ട് ആകെ. എന്നിട്ട് അവസാനം ഞാനും ജെയിംസ് വരും 3-4 പേരും കൂടെ കാണും. എന്നിട്ട് നമ്മൾ ഈ ചേട്ടനെ മാറ്റിക്കുന്നുള്ള തെറി മൊത്തം കേട്ടോണ്ടിരിക്കുക. എന്നിട്ടാണെങ്കിൽ ഞങ്ങൾ റൂം നമ്പർ ഇതെല്ലാം ചോദിച്ചിട്ട് അങ്ങ് പോയി. എന്നിട്ട് ഞങ്ങൾ ബാത്റൂം കൈയിടലായി. എന്നിട്ട് ആ ചേട്ടൻ്റെ തുണി അൽക്കിപ്പിക്കലായി. അത് കഴിഞ്ഞ് ആ ചേട്ടത്തെ ഞങ്ങളെ റൂമിലോട്ട് വിളിപ്പിക്കലായി. അത് കഴിഞ്ഞ പുതിയ കൂട്ടുകാരെ പരിചയപ്പെടുത്തലായി. പിന്നെ അവരുടെ വായിന്ന് കേൾക്കലായി. ഇത് പിന്നെ ഞങ്ങൾ വേറെ 6-10 ആവശ്യം പിന്നെ ഞങ്ങൾ നിന്നിട്ടില്ല.